ഡ്രീം സ്റ്റിച്ചിങ്സ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു സിമ്പിളായിട്ട് ഒരു ചുരിദാറിൻ്റെ പാൻറ്റ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായി ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ ക്ലോത്തിന് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട് ഇതിൻ്റെ ഓപ്പൺ സൈഡ് ഇവിടെ ഇതുണ്ട്, ഇവിടെയാണ് ഓപ്പൺ സൈഡ്, ഇവിടെ അതേ ഫോൾഡഡ് സൈഡ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ക്ലോത്തിനെ ഇങ്ങനെ 2 ആക്കി ഇങ്ങനെ മടക്കിയതിന് ശേഷം നീളത്തിൽ ഇങ്ങനെ ക്ലോത്ത് മടക്കി എടുത്തിട്ട് അതിനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ മടക്കിയിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 2 സൈഡിലും ഫോൾഡഡ് സൈഡാണ് കേട്ടോ വന്നേക്കണം. ഫോൾഡഡ് പാർട്ട് നമ്മുടെ വശത്തായിട്ടാണ് വന്നേക്കണം. ഇവിടെ 4 പീസും ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കാം. അതുപോലെ ഇവിടെ ക്ലോസ് ആയിട്ടുള്ള സൈഡാണ് ഉള്ളത്, ഓപ്പൺ സൈഡ് ഇപ്പുറത്താണ് വന്നേക്കണത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എങ്ങനെയാണ് ക്ലോത്ത് വിരിച്ചിട്ടേക്കണേന്നുള്ളത്. അപ്പോൾ നമുക്കിനി മാർക്കിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 45 ഇഞ്ചാണ് നമ്മളുടെ ഹിപ്പ് റൗണ്ട്. ഹിപ്പ് 37 ഇഞ്ചാണ് പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത്. അപ്പോൾ നമുക്ക് ഇത്ര മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം അടയാളപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ എനിക്ക് ഈ ഫുൾ ഇതിൻ്റെ വിത്ത് ഞാൻ നമ്മുടെ പാൻറ്റിന് എടുക്കണുണ്ട് കേട്ടോ. ഈ ഫുൾ വിത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും ചുരുക്ക് കിട്ടും. അപ്പോൾ ഇത് എടുത്തു. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, നമ്മളുടെ ഹിപ്പ് റൗണ്ടിൻ്റെ 1/6 ഭാഗമാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 45ൻ്റെ 1/6 ഭാഗം എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച്. അപ്പോൾ 7.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടിയും ചേർത്ത് 8.5 ഇഞ്ചിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആദ്യത്തെ മാർക്കിംഗ് കൊടുക്കേണ്ടത്. ഈ സെയിം മാർക്കിംഗ് തന്നെ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് കൊടുക്കാം 8.5 ഇഞ്ചിൽ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചിലും മാർക്ക് ചെയ്തു. ആ 1 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ 1 ഇഞ്ചും ഈ 1 ഇഞ്ചും കൂടി ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കർവ് കൊടുക്കാം. ഇത് നമ്മുടെ ക്രോച്ച് ഏരിയ ആണ് കേട്ടോ. ഈ എടുത്തേക്കണത് ക്രോച്ച് ഏരിയ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ 37 ഇഞ്ചാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത്. അപ്പോൾ 37ൽ നിന്ന് നമ്മൾ ഈ 7.5 ഇഞ്ച് കുറക്കാം. അതായത് നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ 1/6 ഭാഗം 7.5 ഇഞ്ച്. ആ 7.5 ഇഞ്ച് നമുക്ക് ഈ 37ൽ നിന്ന് 7.5 ഇഞ്ച് കുറച്ച് ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ 37ൽ നിന്ന് 7.5 കുറച്ചിട്ടുണ്ടെങ്കിൽ 9.5 ഇഞ്ച്. ആ 9.5 ഇഞ്ചിൽ കൂടി 1 ഇഞ്ചും കൂടി നമ്മൾ തയ്യൽ തുമ്പും കൂടി ചേർത്ത് 30.5 ഇഞ്ചിലാണ് നമ്മളിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണത്. ഇനി നമുക്കിവിടെ ആംഗിൾ റൗണ്ട് മാർക്ക് ചെയ്യാം. ആംഗിൾ റൗണ്ട് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ 12ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് കൊടുക്കേണ്ട. അങ്ങനെ 7 ഇഞ്ചിലാണ് ഞാനിതിൻ്റെ ആംഗിൾ റൗണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പിൽ വരച്ചെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പാൻറ്റിൻ്റെ ബെൽറ്റ് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസിൻ്റെ ബാലൻസ് പീസാണ് ഇവിടെ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ 4 ആയിട്ട് മടക്കിയാണ് നമ്മളിങ്ങനെ തുണി ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ബെൽറ്റ് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹിപ്പ് എന്ന് പറയുന്നത് 45 ഇഞ്ചാണ് നമ്മുടെ ഹിപ്പ് റൗണ്ട്. അതിൻ്റെ കൂടെ 5 ഇഞ്ചും കൂടിയും ചേർത്ത് അപ്പോൾ നമുക്ക് 50 കിട്ടും. അതായത് 45 നമ്മുടെ ഹിപ്പ് റൗണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ചും കൂടി നമ്മൾ ലൂസ് ചേർത്ത് 50, അപ്പോൾ നമുക്ക് 50 ഇഞ്ച് കിട്ടും. അപ്പോൾ 50ൻ്റെ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 12.5 ഇഞ്ച്. 12.5 ഇഞ്ചിൻ്റെ കൂടെ
1/2 ഇഞ്ചും കൂടി ലൂസ് ചേർത്ത് 13 ഇഞ്ചിൽ, അതായത് ഈ 4 മടക്കി ഇട്ടേക്കുന്ന ക്ലോത്തിൽ നമുക്ക് 13 ഇഞ്ചിൽ ഇതിൻ്റെ വിത്ത് ഇങ്ങനെ അടയാളപ്പെടുത്താം. പിന്നെ ഇതിൻ്റെ ഇറക്കം എടുക്കേണ്ടത് നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ 1/6 ഭാഗം എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 7.5 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് ചേർത്ത് 9.5 ഇഞ്ചിൽ നമുക്കിതിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ പാൻറ്റിൻ്റെ താഴെ, അതായത് ആങ്കിൾ റൗണ്ടിൻ്റെ അവിടെ വെക്കാനുള്ള പട്ടയാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്തെടുത്തേക്കണം. അതായത് 3.5 ഇഞ്ച് വീതിയുള്ള ഒരു പട്ടയാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തേക്കണം. അപ്പോൾ ഞാൻ ഈ കളർ എടുത്തത് ഈ പാൻറ്റിൻ്റെ ടോപ്പിന് ഈ കളർ ആയതുകൊണ്ടിട്ടാണ് ഞാനിതിൻ്റെ പാൻറ്റിൻ്റെ അടിയിൽ ഈ കളറിൽ പട്ട വെക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ അടിവശത്ത് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ സ്ട്രിപ്പ് ഒന്ന് വെച്ച് തയ്ച്ചെടുക്കാം. ഇത് കണ്ടോ, ഈ സ്ട്രിപ്പിന് 2 മടക്കാം. 2 മടക്കിയതിന് ശേഷം നമ്മുടെ പാൻറ്റിൻ്റെ റോങ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല വശത്തോട്ട് നമുക്ക് തിരിച്ചെടുക്കാം. ഞാനിവിടെ നമ്മുടെ 2 പാൻറ്റിൻ്റെ കാലിൻ്റെ അടിയിലും ഈ പട്ട ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബെൽറ്റ് പാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ 2 പീസാണ് കേട്ടോ, 2 പീസ് ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പീസ് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ നിന്നും 1 ഇഞ്ച് ഇങ്ങോട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് മുകളിൽ നിന്നും ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കാം. കണ്ടോ, ഇനി 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് നീളത്തിലിങ്ങനെ ലൈൻ ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇവിടെ വിട്ടിട്ട് ഇവിടെ നിന്ന് വീണ്ടും ലോക്ക് ചെയ്ത് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ 1/2 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് മടക്കണം. കണ്ടോ, ഇങ്ങനെ 1/2 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഇങ്ങോട്ട് മടക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഇപ്പുറത്തെ വശവും ഇങ്ങനെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് മടക്കി വെക്കാം. അതായത് 2 സൈഡും ഇതുപോലെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാം, ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു ഓപ്പൺ ഇട്ടില്ലേ, ആ സ്ഥലമാണ് ഈ കാണുന്നത്. കണ്ടോ, ഈ കാണുന്നത് നമ്മൾ 1/2 ഇഞ്ച് ഓപ്പൺ ഇട്ട സ്ഥലം. അപ്പോൾ ഈ വശത്തു കൂടിയാണ് നമ്മൾ നമ്മുടെ പാൻറ്റിൻ്റെ ചരടിടാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് മേളിൽ ചരടിടാനുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മളിങ്ങനെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഒരു 1 ഇഞ്ച് ഇങ്ങനെ താഴത്തേക്ക് മടക്കിയിട്ട് നമുക്കിങ്ങനെ ചുറ്റിനും സ്റ്റിച്ച് ഇട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഓപ്പൺ ഇവിടെ വന്നത് കണ്ടോ. ഈ ഓപ്പണിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ പാൻറ്റിൻ്റെ ചരട് ഇടുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ 1/2 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും 1 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ചുറ്റിനൊന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കാം.
നമുക്ക് പാൻറ്റിൻ്റെ ഇങ്ങനെ ആംഗിൾ റൗണ്ട് അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഈ അറ്റം വരെ, അതായത് ക്രോച്ചിൻ്റെ ഇവിടം വരെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ഇട്ടെടുക്കാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ആംഗിൾ റൗണ്ട് എനിക്ക് 12 ഇഞ്ചാണ്. അപ്പോൾ 12ൻ്റെ പകുതി 6 ഇഞ്ചിൽ ഞാനിവിടെ ആംഗിൾ റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ടെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഈ ക്രോച്ചിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ഇട്ടെടുക്കാം 1/2 ഇഞ്ചിൽ. രണ്ട് പാൻറ്റിൻ്റെ കാലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്രോച്ച് ഏരിയയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ ക്രോച്ച് ഏരിയ ഉണ്ട് കണ്ടോ, ക്രോച്ച് എടുത്തിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേനും ഇതിൻ്റെ നല്ല വശം അകത്താണ് കേട്ടോ, നല്ല വശം അകത്ത്. ഇപ്പുറത്തെ കാലിൻ്റെയും ക്രോച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെയും നല്ല വശം അകത്ത് വരും കേട്ടോ. അപ്പോൾ ഈ രണ്ട് ക്രോച്ചിൻ്റെയും കൂടിയും ഈ സ്റ്റിച്ചിങ്ങിന് ഒരുമിച്ച് വെക്കാം. ഒരുമിച്ച് വെക്കുന്ന സമയത്ത് നമ്മളുടെ ഇവിടെ നിന്ന് വന്നിങ്ങനെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ നമ്മൾ താഴേന്ന് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടില്ല, താഴേന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നേക്കണതിൻ്റെ തയ്യൽ തുമ്പ് ഒരെണ്ണം, അതായത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെക്കണം. ഒരെണ്ണം ഇങ്ങോട്ടാണെങ്കിൽ ഒരെണ്ണം തിരിച്ച് ഇപ്പുറത്തേക്ക് വെക്കണം. എന്നിട്ട് നമുക്ക് ഈ ക്രോച്ച് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അതായത് ആദ്യം തന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെ സ്റ്റിച്ച് ഇട്ടെടുക്കണം. അതിനുശേഷം വീണ്ടും സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ക്രോച്ച് ഏരിയയൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. നമ്മുടെ രണ്ട് ലെഗിൻ്റെ പാർട്ടും ബെൽറ്റിൻ്റെ പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ചരട് കയറ്റുന്ന സ്ഥലമുണ്ടല്ലോ, അതിനിങ്ങനെ സെൻറ്ററിലാക്കിയാണ് വെച്ചേക്കണത്. അതിനിങ്ങനെ സെൻറ്ററിൽ കൊണ്ടുവന്നപ്പോൾ ഇതിങ്ങനെ സൈഡിലാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഓരോ നോച്ചസ് ഇട്ട് കൊടുക്കണം കേട്ടോ, നമുക്ക് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ബാക്ക് സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് വന്നേക്കണത് കൊണ്ടിട്ട് നമുക്കിത് ബാക്കാണെന്ന് അറിയാം. ഇനിയിപ്പോൾ നിങ്ങൾ സിംഗിൾ പീസിലാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു ചെറിയ നോച്ചിട്ട് കൊടുക്കണം കേട്ടോ, ബാക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ റോങ് സൈഡാണ് കേട്ടോ ഞാനിവിടെ ഇട്ടേക്കുന്നത്. ഇത് നമ്മുടെ ബെൽറ്റിൻ്റെ നല്ല വശമാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ബെൽറ്റ് പാർട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കും. ഇതിനകത്തേക്ക് വെക്കുമ്പോഴത്തേനും ഇത് കണ്ടോ, നല്ല വശവും കൂടിയും ഇങ്ങനെ ഒരുമിച്ചാകും. അപ്പോൾ നമുക്കിങ്ങനെ ചുറ്റിനും സ്റ്റിച്ച് ഇടാം. കണ്ടോ, പിന്നെ നമ്മൾ നമ്മുടെ പാൻറ്റിൻ്റെയും ഈ സൈഡിലൊരു നോച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. പാൻറ്റിൻ്റെ ഈ ലെഗ് പീസിലും ഇവിടെയും ഇപ്പുറത്തെ വശത്തും ഒരു സെൻറ്റർ അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് പേൾ പിൻ ഉപയോഗിച്ച് ഇതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ മാത്രം പ്ലീറ്റ്സ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ മാത്രം പ്ലീറ്റ്സ് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലായിട്ടും പ്ലീറ്റ്സ് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യണം കേട്ടോ. ഞാനിവിടെ നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ബാക്ക് സൈഡിലാണ് ഞാൻ കൂടുതലും പ്ലീറ്റ്സ് ഇട്ടേക്കണത് കേട്ടോ. ഫ്രണ്ടിൽ ഞാൻ 2 പ്ലീറ്റ്സേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.